വെനസ്വേലയിൽ ഈ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ കാണാതായ ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. കാര്യം ഈ വലിയ കോൺക്രീറ്റ് സൗധങ്ങൾക്ക് കീഴെ അടിപ്പെട്ടുപോയ മനുഷ്യരെ പുറത്തെടുക്കാൻ വലിയ പ്രയാസമാണെന്നറിയാം. മാത്രമല്ല യന്ത്ര സാമഗ്രികളുടെ അഭാവം വല്ലാതെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം പലയിടത്തും വഴിമുട്ടിയെന്നും റിപ്പോർട്ടുകൾ വന്നു ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്. മധു കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് മധു. ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഭൂകമ്പം തന്നെയാണ് വെനസ്വേലയെ ഗ്രഹിച്ചത്. പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. വെനസ്വേലയിൽ ഈ നാശം വിതച്ച ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 കടന്നതായിട്ടാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികളാകുവാൻ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ദുരന്ത നിവാരണ സേനകളും വെനസ്വേലയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നൂറുകണക്കിന് കെട്ടിടങ്ങൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് നിലംപൊത്തിയത്. ഈ ഭൂകമ്പം നടന്ന് 2 ദിവസം പിന്നിടുമ്പോഴാണ് ഈ അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തകർക്ക് പോലും വെനസ്വേലയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ ഒരു 10ലധികം രാജ്യങ്ങൾ വെനസ്വേലയ്ക്ക് അടിയന്തര സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിലുണ്ട്. ഇതിൽ പല രാജ്യങ്ങളും അവരുടെ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള എമർജൻസി റെസ്ക്യൂ ടീമുകളെയും ഈ ദുരന്ത മേഖലയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എസ്കെൻ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് കണ്ടെത്താനുള്ള ആധുനിക ഉപകരണങ്ങളുമായിട്ടാണ് ഈ അന്താരാഷ്ട്ര സംഘങ്ങൾ ഇപ്പോൾ ഇവിടെ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത വലിയ തോതിലുണ്ടെന്നാണ് ഇപ്പോഴും വരുന്ന റിപ്പോർട്ടുകൾ. വെനസ്വേലയിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് $150 ദശലക്ഷം വകയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ തുക ഐക്യരാഷ്ട്ര സഭയ്ക്കും അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകൾക്കുമായിരിക്കും കൈമാറുന്നത്. അതുമാത്രമല്ല, അമേരിക്കയിലെ വിർജീനിയ, ലോസ് ഏഞ്ചൽസ്, മയാമി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തക സംഘങ്ങളാണ് ഇപ്പോൾ വെനസ്വേലയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ദുരന്ത മേഖലയിൽ ഈ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം നൽകുവാനായിട്ട് US മറൈൻ കോർപ്സ് മേജർ ജനറൽ തന്നെ ഈ കാരക്കാസിൽ എത്തിയതായിട്ട് സെൻട്രൽ കമാൻഡ് പറയുന്നുണ്ട്. എസ്കെൻ, ഈ ഭൂകമ്പത്തിൽ ഏതാണ്ട് 383 കെട്ടിടങ്ങളും 13 ആശുപത്രികളും 25 ഷോപ്പിംഗ് സെന്ററുകളും ഇത് കൂടാതെ ഏതാണ്ട് 1000ഓളം അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നതായിട്ടാണ് വെനസ്വേല സർക്കാരിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. എസ്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.